കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ജിയോഫോൺ 2ൻ്റെ ബുക്കിംഗ് ആരംഭിക്കുകയാണ് നാളെ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഗ്ലോബലിയും അതുപോലെ തന്നെ ഇന്ത്യൻ വിപണിയിലും നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഫീച്ചർ ഫോണാണ് ജിയോഫോൺ 1. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ വരുന്നു. നമ്മൾ ആവശ്യപ്പെട്ട പല ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെ തന്നെ ജിയോഫോൺ 2ഉം ഹിറ്റാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിയോഫോൺ 1 യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. ജിയോൻ്റെ ഫോൺ, അതിലുപരി അതിനുവേണ്ടി മാത്രം ജിയോ കുറേ ഓഫേഴ്സ് കൊണ്ടുവരുന്നു. ഇതൊക്കെ തന്നെ അതിനെ ജനപ്രിയങ്കരമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത് ജിയോഫോൺ 2 എങ്ങനെ ബുക്ക് ചെയ്യാം, ജിയോഫോൺ 1ഉം 2ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതേപോലെ മൺസൂൺ ഹംഗാമ ഓഫറിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എങ്ങനെ ജിയോഫോൺ 1 സ്വന്തമാക്കാം. ഈ 3 ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ എപ്പോഴാണ് ഈ ഒരു ബുക്കിങ്ങിൻ്റെ ഓർഡർ കാര്യങ്ങൾ പറയാം. ജിയോഫോൺ 2 എത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതലാണ്. ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ ജിയോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ജിയോ ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ വ്യത്യാസം എന്താണ്, ജിയോഫോൺ 1 ആൻഡ് 2 ഒരു കമ്പാരിസൺ. ഇപ്പോൾ ജിയോഫോൺ 1 പോലെ തന്നെയുള്ള കുറേ കാര്യങ്ങളാണ് ജിയോഫോൺ 2ലും കൊണ്ടുവന്നിട്ടുള്ളത്. 1-2 കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു കുഞ്ഞി ചേഞ്ച് വരുന്നുണ്ട്. 2.4 ഇഞ്ചിൻ്റെ QWVGA ഡിസ്പ്ലേ ആണ് രണ്ട് ഫോണിലും ഉള്ളത്. ജിയോഫോൺ 1 അതൊരു വെർട്ടിക്കലി ആയിരുന്നുവെങ്കിൽ ഇതിൽ ഹോറിസോണ്ടലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഫോണിന് വരുന്നുണ്ട്. അതുപോലെ ഇപ്രാവശ്യത്തെ ജിയോഫോൺ 2ൽ QWERTY കീപാഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഓരോ സ്പെല്ലിങ്ങിനും സെപ്പറേറ്റ് കീ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വ്യത്യാസം. ഇനി അതിൻ്റെ OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ കായ് OS ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ജിയോഫോണിൻ്റെ കായ് OS ആണ് ഇന്ത്യയിൽ ആൻഡ്രോയിഡ് കഴിഞ്ഞിട്ട് സെക്കൻഡ് പോപ്പുലർ അല്ലെങ്കിൽ സെക്കൻഡ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു OS. iOSനെ പോലും വെട്ടിച്ചുകൊണ്ട് ഇത് സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം കായ് OSൻ്റെ സ്വീകാര്യത അല്ലെങ്കിൽ എത്രത്തോളം ജിയോഫോണിന് സ്വീകാര്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ ജിയോഫോൺ 1ൽ കായ് OS തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യമുള്ളതിലും കായ് OS തന്നെയാണ്. കായ് OSൽ കുറേ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ വാട്സപ്പ്, FB, ഗൂഗിൾ മാപ്പ്, യൂട്യൂബ് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് പ്രീലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 യൂസ് ചെയ്യുന്നവർക്കും അപ്ലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് കായ് OS അപ്ഗ്രേഡ് ചെയ്ത് ഇത്തരം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ക്യാമറയെ കുറിച്ചാണ്. 2 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയാണ് ഉള്ളത്. ഒന്നാമത്തെ ജിയോഫോൺ 1 പോലെ തന്നെ ഫ്രണ്ട് ക്യാമറ VGA ക്യാമറയാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറേൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു. ബാറ്ററിയും സെയിം ആണ്, 2000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 24ഓളം ഇന്ത്യൻ ഭാഷകൾ സപ്പോർട്ട് ചെയ്യുന്ന വോയിസ് കമാൻഡിന് വേണ്ടി ഒരു സെപ്പറേറ്റ് കീ കൂടി നമ്മുടെ ജിയോഫോൺ 2ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റോറേജും പഴയ ജിയോഫോൺ 1 പോലെ തന്നെയാണ്. 512 MB റാമും 4 GB ഇൻറ്റേർണൽ സ്റ്റോറേജും SD കാർഡ് ഇട്ട് 128 GB വരെ നമുക്ക് കൂട്ടാനും സാധിക്കും. ഇത് തന്നെയാണ് പഴയതിലും പുതിയതിലും ഉള്ളത്. പിന്നെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിയോഫോൺ 1 വന്നിരുന്നത് 1500 രൂപ റീഫണ്ടബിൾ ആയിട്ടായിരുന്നു. പക്ഷേ ഇതിൽ 2999 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് റീഫണ്ടബിൾ ആണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഈ ഒരു 3000 രൂപ റേഞ്ചിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസ് ലഭ്യമാണ്. ഇതിലും നല്ല ഫീച്ചറായിട്ട് ടച്ച് സ്ക്രീനിലൊക്കെയുള്ള ഫോൺസ് കിട്ടും. പക്ഷേ ജിയോഫോൺ 1, ജിയോഫോൺ 2 ഈ ഫോണുകൾക്ക് വേണ്ടി ജിയോ തരുന്നത് പോലെയുള്ള സ്പെഷ്യൽ ഓഫേഴ്സ് ആൻഡ് ഡാറ്റ പ്ലാൻസ് മറ്റ് ആൻഡ്രോയിഡ് ഫോൺസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പം അതൊരു വ്യത്യാസമാണ്. ഇപ്പോൾ ജിയോഫോൺ 1നും 2നും ഓവറോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആകെ വ്യത്യാസം വരുന്നത് ഈ ഒരു ഡിസ്പ്ലേയിലും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിലൊരു വ്യത്യാസമാണ്. ജിയോഫോൺ 2 കുറച്ചുകൂടി ഒരു ബ്ലാക്ക്ബെറി ഡിസൈൻ കോപ്പി ചെയ്തിട്ടാണ് വരുന്നത്. ജിയോഫോൺ 1 അതിൻ്റെ വ്യത്യാസമുണ്ട്. QWERTY കീപാഡാണ് ജിയോഫോൺ 2ൽ വരുന്നത്. അതുപോലെ തന്നെ ഹോറിസോണ്ടലാണ് 2.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഈ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിന് വേണ്ടി ജിയോഫോൺ 1 യൂസ് ചെയ്യുന്ന ആൾക്കാർ ജിയോഫോൺ 2 വാങ്ങിക്കണം എന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിപ്പം ഫീച്ചർ ഫോൺസ് ഒന്നും കറൻ്റ്ലി യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ജിയോഫോൺ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിയോഫോൺ 2 വാങ്ങിക്കാം. ഓക്കെ, ജിയോഫോൺ 2 വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റീചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 594 രൂപയുടെ റീചാർജാണ്. ആ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 6 മന്ത്സിലേക്ക് അൺലിമിറ്റഡ് ഡാറ്റ ആൻഡ് അൺലിമിറ്റഡ് കോൾ ഓപ്ഷനാണ് കിട്ടുക. ഇനി മറ്റ് ജിയോഫോണിൻ്റെ ഓഫേഴ്സ് എത്രയൊക്കെയാണെന്ന് നമുക്ക് പറയാം. 49 രൂപയുടെ ഒരു പ്ലാനും ഉണ്ട്, 153 രൂപയുടെ ഒരു പ്ലാനും ഉണ്ട്. ഈ എക്സിസ്റ്റിംഗ് പ്ലാൻസിൽ 49 രൂപയുടെ പ്ലാനിൽ 1 GB മന്ത്ലി ഡാറ്റയും 153 രൂപയുടെ പ്ലാനിൽ 1.5 GB പെർ ഡേ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരു പുതിയ പ്ലാനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 99.
അതിൽ അൺലിമിറ്റഡ് കോൾ, 0.5 GB ഡാറ്റ പെർ ഡേ, 300 SMS 28 ദിവസത്തേക്ക്. ഇത്രയാണ് ആ 99 രൂപയുടെ പ്ലാനിൽ ഉള്ളത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ജിയോ ഫോൺ മൺസൂൺ ഹംഗാമ ഓഫറാണ്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ഔട്ട്ഡേറ്റഡ് ആയി അല്ലെങ്കിൽ അത് മാറ്റണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ജിയോ ഫോൺ 1 സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു മൺസൂൺ ഹംഗാമ ഓഫറിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് 2G ഫോൺ ആയിക്കോട്ടെ, 3G ഫോൺ ആയിക്കോട്ടെ, 4G ആയിക്കോട്ടെ, വോൾട്ടി സപ്പോർട്ട് ചെയ്യാത്ത ഫോൺ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. 501 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരിക. ഈ ഒരു 501 രൂപ റീഫണ്ടബിൾ ആണ്. നെക്സ്റ്റ്, നമ്മൾ കൊടുക്കുന്ന ഫോണിന് ചില കണ്ടീഷൻസ് പാലിക്കണം. ഡാമേജ് ഉള്ള ഫോൺ ആവരുത്, പൊട്ടിയ ഫോൺ ആവരുത്, അതിൻ്റെ കൂടെ ചാർജറും ബാറ്ററിയും ഉണ്ടായിരിക്കണം, വർക്കിംഗ് കണ്ടീഷനുള്ള ഫോൺ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ റീറ്റെയിൽ ഷോപ്സിൽ പോയിട്ടുണ്ടെങ്കിൽ, അതായത് ജിയോ ഫോൺ വിൽക്കുന്ന കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 501 രൂപയും പഴയ ഫോണും കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ജിയോ ഫോൺ 1 സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. ആധാർ കാർഡ് തീർച്ചയായിട്ടും കൊണ്ടുപോകണം. പിന്നെ നമ്മൾ ജിയോ ഫോൺ 1 അവർ തരുന്ന സമയത്ത് നമ്മൾ ജിയോയുടെ സിം അതിൻ്റെ കൂടെ കിട്ടും. അത് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യണം. ജിയോ ഫോൺ അല്ലെങ്കിൽ ജിയോൻ്റെ സിം അതിലിടാൻ പറ്റുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോഴുള്ള നമ്പർ തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ആ നമ്പർ നിങ്ങൾ ജിയോഡയിലേക്ക് പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ജിയോ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുകയാണ്. ജിയോ ഫോൺ 2ൻ്റെ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരുന്നവർ, അതുപോലെ മൺസൂൺ ഹംഗാമ ഓഫർ അത് നോക്കിയിരുന്നവർ, അത് ചെയ്യണം വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ മുതലാണ് ജിയോ ഫോൺ 2ൻ്റെ ബുക്കിംഗ് തുടങ്ങുന്നത്. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.